അതൊരു ബാഗേജ് എന്നുള്ളതല്ല ബ്രോ, അതൊരു അഭിമാനമാണ്. ഇന്നയാളുടെ മകൻ എന്നറിയപ്പെടുന്നത്. അത് ഇപ്പൊ വാർച്ചി മരിച്ചു പോയാലും ഇന്നും ഇപ്പോ എന്താ പറയാ, ഒരു നല്ലൊരു സിനിമ വന്നാൽ ഇതിനെപ്പറ്റി നല്ലത് പറഞ്ഞാൽ വാപ്ചിനെയും എല്ലാവരും ഓർക്കുമല്ലോ. അത് വലിയൊരു കാര്യം തന്നെയാണ് എനിക്ക്. പിന്നെ പിന്നെ വാപ്ചി സക്സസ്ഫുൾ ആയ ഒരു മേഖല മിമിക്രി എന്ന വേദികളിലാണല്ലോ. ഇപ്പൊ സിനിമയിൽ അങ്ങനെ നോക്കിയാലല്ല. പിന്നെ എനിക്ക് അവസരങ്ങൾ കിട്ടി വന്നതും വാപ്ചിയുടെ മകനാണ്, അതായത് ഇയാളുടെ അബിയുടെ മകനാണ് എന്നുള്ള ഒരു ലേബലിലായിരുന്നില്ല സത്യം പറഞ്ഞാൽ. അതുകൊണ്ട് എനിക്കത് ആദ്യമേ അങ്ങനെ ഒരു ബാഗേജ് സത്യം പറഞ്ഞാൽ എന്റെ മനസ്സിലില്ലായിരുന്നു. പക്ഷെ എനിക്ക് അഭിമാനമാണ് ഇയാളുടെ മകൻ എന്ന ആൾക്കാർ വിളിക്കുമ്പോൾ. ഇപ്പൊ കുറച്ച് പ്രായം കൂടിയ ആൾക്കാർ, ഇപ്പൊ യൂത്തിനായിരിക്കാം ഷൈനികം, ബാക്കി പ്രായം കൂടിയ ആൾക്കാർക്ക് ഇപ്പോഴും ഞാൻ അബിയുടെ മകൻ തന്നെയാണ്. അത് വലിയൊരു അഭിമാനം, സന്തോഷം തോന്നുന്ന ഒരു കാര്യം തന്നെയാണ്. സത്യം ഷീൻ, അതൊരു അഭിമാനമായിട്ട് തന്നെ തോന്നുന്നു. ഇപ്പം ഷീൻ എടുക്കുന്ന ക്യാരക്ടേഴ്സ് ആയിക്കോട്ടെ, ഇപ്പം RDX ഒരു കമേഴ്ഷ്യൽ ഇട്ടാണെങ്കിൽ ഭൂതകാലം കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. യു ട്രൈങ്, അതായത് നമ്മൾ ജോണർ ഷിഫ്റ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ പല ക്യാരക്ടേഴ്സും ബിൽഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഇതെല്ലാം എത്തേണ്ട ഓഡിയൻസിലേക്ക് എത്തുന്നുണ്ട്. അതാണ് ഇതിന് വളരെ സന്തോഷമായിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഷീൻ, നമ്മൾ ക്യാരക്ടേഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ, ഇപ്പം ഇത് തിരഞ്ഞെടുക്കുന്ന എനിക്ക് ഷീനെ കാണുമ്പോൾ എനിക്ക് വളരെ റോ ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് തോന്നുന്നത്. ഇതെങ്ങനെയാണ് ഷിഫ്റ്റ് ചെയ്തത്? സെലക്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അതൊരു നിമിത്തം പോലെ സംഭവിക്കുന്നതാണ് അതിനകത്ത്. കാരണം ഇപ്പൊ ലാസ്റ്റത്തെ ഇപ്പൊ 3 പടം, ഇപ്പൊ ബൾട്ടി, അതിനു മുമ്പ് ഇറങ്ങേണ്ട പടമായിരുന്നു ഹാല്, പിന്നെ ഇപ്പൊ ജിത്തു സാറിന്റെ പ്രൊഡക്ഷനിൽ ചെയ്ത ദൃഢം, അതൊരു പോലീസ് പടം. ഈ 3നെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞാൻ ലൈനപ്പ് ചെയ്തതല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രോസസ്സിന്റെ ഭാഗമായിട്ട് ദൈവം തന്നെ ലൈനപ്പ് ആക്കി തന്നതാ. അപ്പൊ അങ്ങനെ ഒരു നമുക്ക് ഇന്ന പടം കഴിഞ്ഞ് ഇങ്ങനെ ഒരു വ്യത്യസ്തമായ കഥാപാത്രം ചെയ്തതിനു ശേഷം ഇങ്ങനെ ഒരു വ്യത്യസ്തമായ കഥാപാത്രം ചെയ്യണം എന്നെല്ലാം ചൂസ് ചെയ്യാൻ പറ്റുന്ന അത്രയും സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു ഫ്രീഡത്തിലേക്ക് ഞാൻ എത്തിയിട്ടില്ല. വന്ന് സംഭവിക്കുന്നതാണ് കാര്യം. ഹാല് ചെയ്തത് എനിക്ക് തോന്നുന്നു ബൾട്ടീനയിലും കുറെ ഒരു ബൾട്ടിക്ക് മുന്നേ ചെയ്ത പടമാണ്. അത് കഴിഞ്ഞ് ഹാല് കഴിഞ്ഞിട്ടാണ് ബൾട്ടി ചെയ്യുന്നത്. ബൾട്ടി ചെയ്തിട്ട് ദൃഢം ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ലൈനപ്പ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന അത്രയും ഒരു ഫ്രീഡത്തിലല്ല ഞാൻ സത്യം പറഞ്ഞാൽ നിൽക്കുന്നത്. ഇപ്പോ ഹാലിലെ കഥാപാത്രം മുടി കളർ ചെയ്തിട്ട് ഒരു റാപ്പർ, ഒരു കോഴിക്കോടൻ റാപ്പറിന്റെ ഒരു ക്യാരക്ടർ കിട്ടി. പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ ബൾട്ടി ഇതിൽ ഇങ്ങനെ ഒരു വ്യത്യസ്തമായ ഹെയർ സ്റ്റൈൽ പിടിക്കണോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സിനിമയായിരിക്കും ഞാൻ ചെയ്യണേ എന്നൊന്നും പോലും ഹാല് ചെയ്യുന്ന സമയത്ത് എനിക്കറിയില്ല. ആ ഒരു ഇൻ ആൻഡ് അറൗണ്ട് ആ ടൈമിലാണ് ഞാൻ കമ്മിറ്റ് ചെയ്യാം. ഞാൻ ഒരുപാട് പടങ്ങൾ കമ്മിറ്റ് ചെയ്ത് വെക്കാറില്ല, വേറെ ഒന്നുമായിട്ടല്ല. അത് പിന്നീട് നമുക്ക് ഒരു കുറെ കമ്മിറ്റ്മെന്റ്സ്, ബാധ്യതകളൊക്കെ വരാൻ സാധ്യത ഉള്ളതുകൊണ്ട് ഞാൻ അതിനുശേഷം ചെയ്യേണ്ട പടം മാത്രമേ വെച്ച് പോകാറുള്ളൂ. അപ്പൊ മുമ്പ് എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. നമുക്ക് കുറച്ച് കമ്മിറ്റ്മെന്റുകൾ വന്നു കഴിഞ്ഞിട്ട് പിന്നെ അത് ചെയ്യാനും നമുക്കൊരു ഇമോഷണൽ ബാധ്യത പെട്ടെന്ന് എന്നെ ബാധിക്കുന്നതുകൊണ്ട് എനിക്ക് അങ്ങനെ പറഞ്ഞ വാക്കുകൾ മാറ്റി പറയാനുള്ള ബുദ്ധിമുട്ടുള്ളതുകൊണ്ടും ചില കമ്മിറ്റ്മെന്റുകളിൽ പോയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇന്നറുണ്ട്. അപ്പൊ ഈ ഒരു ലൈനപ്പ് എനിക്ക് അതായത് നിമിത്തം പോലെ എനിക്ക് ഡിസൈൻ ആയി തന്നതാണ്. അതിൽ എനിക്ക് ലുക്കും വ്യത്യസ്തമായി അല്ലെങ്കിൽ ക്യാരക്ടർ വൈസും വ്യത്യസ്തമായി എനിക്ക് കിട്ടി എന്നുള്ളതാണ്. ഇത് ഞാൻ എടുത്തൊരു ഡിസിഷൻ ആണെന്ന് ഞാൻ പറയുന്നില്ല. മനസ്സിലായി. പക്ഷെ ഇപ്പൊ ഹാലും ബൾട്ടിയും കൂടെ ഇപ്പൊ 2 തലത്തിലായാലും പോലും റിലീസ് എല്ലാം കൂടെ ഒരുമിച്ച് വന്ന് ഹാല് റിലീസ് ആവേണ്ടിയിരുന്നത് ഏപ്രിലായിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ അതൊരു കഴിഞ്ഞ ഡിസംബർ റിലീസ് എന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്ത് തുടങ്ങിയതാണ്. പക്ഷെ അതിന്റെ ഷൂട്ട് കുറെ പ്രൊഡക്ഷന്റെ കുറച്ച് ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾ കാരണം തന്നെ അത് നീണ്ടുപോയിരുന്നു. പിന്നെ അത് ഇപ്പോ റിലീസിന് വെച്ചു, ഏപ്രിൽ റിലീസിന് വെച്ചു. പക്ഷെ അപ്പോഴും ഷൂട്ട് 2 സോങ് അവർക്ക് പെൻഡിങ് വന്നു, അത് തീർക്കാൻ പറ്റിയിരുന്നില്ല. നമ്മള് ഫ്രീ ആയിരുന്ന ഡേറ്റുകൾക്ക് അവർക്ക് അവരുടെ ഫണ്ട് കൊണ്ടുവരാൻ പറ്റിയിരുന്നില്ല. അപ്പൊ അങ്ങനെ അത് നീണ്ട് ഈ ഒരു പ്രോസസ്സിൽ എത്തിയതാണ്. അതും അവരെ നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് ഇപ്പോ ഈ 2 സിനിമ അടുപ്പിച്ച് വന്നതിൽ സത്യം പറഞ്ഞാൽ സന്തോഷമുണ്ട്. കാര്യം ആൾക്കാർക്ക് ഒരേ ആളെ തന്നെ 2 വ്യത്യസ്തമായ രൂപത്തിൽ കാണാലോ ഏകദേശം ഒരു കാലയളവിൽ.